നിങ്ങൾ എഴുതുന്ന OET എക്സാമിന് നിങ്ങൾ വെറും ഒരു OET എക്സാം മാത്രമായിട്ടാണോ കാണുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു OET എക്സാം എന്ന് പറയുന്നത്, ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ പരീക്ഷയാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം നമ്മൾ ഓരോരുത്തരും ഇപ്പം ആയിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നേഴ്സിനെ സംബന്ധിച്ചോളം അവർക്ക് കിട്ടുന്ന സാലറി വളരെ കുറവ് ഒരു സാലറിയാണ് കിട്ടുന്നത്. ഇനി അവർക്ക് കിട്ടുന്ന സാലറി ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, പക്ഷേ അവരുടെ ചുറ്റുമുള്ള ബന്ധുക്കൾ അല്ലേ, പലരും കല്യാണം കഴിഞ്ഞിട്ടുള്ള നേഴ്സുമാർ പറയാറുണ്ട്, വീട്ടിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എനിക്കൊരു വിലയില്ല, നാട്ടിൽ എനിക്കൊരു വിലയില്ല, എൻ്റെ ബന്ധുക്കളുടെ മുമ്പിൽ എനിക്കൊരു വിലയില്ല. കാരണം എൻ്റെ കൂടെയുള്ള ഇതേപോലുള്ള നേഴ്സുമാരൊക്കെ OET എഴുതി പാസ്സായി പുറത്തു പോയി, UK പോയി, ന്യൂസിലൻഡിൽ പോയി, അയർലൻഡിൽ പോയി ജോലി ചെയ്യുന്ന അവർക്കൊക്കെ നല്ല സാലറിയാണ്. നീ ഇപ്പോഴും നാട്ടിൽ തന്നെ നിൽക്കുവാണോ എന്ന് പലരും ചോദിക്കും. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമം വലിയൊരു വിഷമമാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഒരു OET എക്സാം എഴുതി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ലൈഫിൽ ഒരു 80% പ്രശ്നം അല്ലേ, ഒരു 80% പ്രശ്നങ്ങളും സോൾവ് ആവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് തോന്നാൻ കാരണം മറ്റൊന്നുമല്ല, ഇതുപോലെ പഠിച്ച് പാസ്സായി അവിടെ ചെന്ന് ജോലി കിട്ടി സാലറി മേടിച്ചിട്ടുള്ള കുട്ടികൾ നമ്മളോട് പറയുന്നത്, മാം എൻ്റെ ജീവിതം ഇപ്പോഴാണൊന്ന് സെറ്റിലായത്, എനിക്ക് നല്ല രീതിയിൽ ഇപ്പോഴാണ് എനിക്ക് ജീവിക്കാൻ പറ്റിയത്, ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പം നിങ്ങൾ ഈ ഒരു OET എക്സാമിനെ OET എക്സാം മാത്രമായിട്ട് എടുക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരീക്ഷയാണ്. ഇവിടെ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയൊരു ഫെയിലിയർ ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം ചെറിയൊരു കാര്യമല്ല. എന്താ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ പാസ്സായി പുറത്ത് പോയി കഴിയുമ്പം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങൾക്കാണ്. ഈ ഒരു OET ടെസ്റ്റ് എഴുതി ക്ലിയർ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഒരു ഫാമിലിനെ മൊത്തം രക്ഷിക്കാൻ പോകുന്നത്, നിങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ പോകുന്നത്, നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരംശം നമ്മൾ ആർക്ക് കൊടുക്കും? നമ്മുടെ പാരൻസിന് കൊടുക്കും അല്ലേ? സോ നിങ്ങൾ രക്ഷിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മക്കളെ മാത്രമല്ല, നിങ്ങളുടെ പാരൻസിനെയും കൂടിയാണ്. അങ്ങനെ നമ്മൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും അല്ലേ, രണ്ട് കൂട്ടരുടെയും ഒരു ഫാമിലി സഹിതമാണ് നിങ്ങളിലൂടെ രക്ഷപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് അത്രയും വളരെ വലുതാണ്. അതിൻ്റേതായ സീരിയസ്നെസ്സിൽ നിങ്ങൾ കാണണം, ആത്മാർത്ഥമായിട്ട് പഠിക്കണം. എനിക്കറിയാം നിങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. ആ ഒരു സ്ട്രെസ്സിൻ്റെ ഇടയിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം എങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളിത് ഞാൻ അരമണിക്കൂറേ പഠിക്കുന്നുള്ളൂ. ആ അരമണിക്കൂർ ഞാൻ എൻ്റെ അത്ര എഫേർട്ട് ഇട്ട് ആത്മാർത്ഥത്തോട് ഞാനിത് പഠിക്കും, ഞാനിത് നേടിയെടുക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കണം. പല ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഇടയിലുണ്ടാവും, ഫാമിലി ഉണ്ടാവും, പിള്ളേരുണ്ടാവും, വർക്ക് സ്ട്രെസ് ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നിന്നും നമ്മൾ പൊരുതി നേടുന്നത് നമ്മുടെ ജീവിതമാണ്. നിങ്ങൾ തിരിച്ചു പിടിക്കേണ്ടത് നിങ്ങളുടെ ജീവിതമാണ്. അപ്പം അതിന് നിങ്ങൾക്ക് ഈ ഒരു OET എക്സാം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റേത് പ്രൊഫഷനുള്ളവരെക്കാളും നമുക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഈ ഒരു OET എന്ന് പറയുന്നത്. കാരണം ഇത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സേഫാണ്, നിങ്ങളുടെ പിള്ളേരുടെ ഭാവി സേഫാണ് അല്ലേ? അപ്പം ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിനേക്കാളുപരി എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹായ്, എൻ്റെ പേര് ജിനൂസ് അക്കാഡമിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഈ ജിനൂസ് അക്കാഡമി എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു ജിനു ഉണ്ടായിരുന്നു. വളരെ വളരെ കഴിവില്ലാത്ത ഒരു ബിഗ് സീറോ ആയിട്ട് അറിയപ്പെടുന്ന ഒരു ജിനു ഉണ്ടായിരുന്നു. ആ കാണുന്ന പൊസിഷനിൽ നിന്നും ഇന്ന് ഇവിടെ ദൈവം എന്നെ ഉയർത്തി എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, ദൈവം എനിക്ക് തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ജിനൂസ് അക്കാഡമി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ്, ഇപ്പം ഇത് തുടങ്ങിയിട്ട് 2 വർഷം ആവാനായിട്ട് പോകുന്നു. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ജിനു ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ബിഗ് സീറോ ആയിരുന്നു. ആർക്കും അറിയാത്ത, എല്ലാവരും കളിയാക്കുന്ന, അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറുപ്പം തോറിലെ ഒരുപാട് കളിയാക്കലുകളൊക്കെ ഞാൻ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെ കളിയാക്കിയവർക്ക് ചിലപ്പോൾ തോന്നിക്കാണില്ല എനിക്ക് ഇത്രയും ഫീൽ ആയിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷേ ഞാൻ 10ാം ക്ലാസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോഴായിക്കോട്ടെ, അതിന് 5ലും 6ലൊക്കെ പഠിക്കുമ്പോഴായിട്ട് പഠിക്കാത്ത കുട്ടി, ഒന്നും പഠിക്കത്തില്ല, അവരൊരു പൊട്ടിക്കാളിയാണ്. ഞങ്ങളുടെ പാലക്കാടൊക്കെ അങ്ങനെ പല പ്രയോഗങ്ങളുണ്ട്. ഒരു പൊട്ടിക്കാളിയാണ്, അതായത് മന്ദബുദ്ധി എന്നാണ്. അവളൊരു പൊട്ടിക്കാളിയാണ്, അവളൊന്നും പഠിക്കത്തില്ല. ബന്ധുക്കളുടെ മുമ്പിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഒന്നും നമുക്കൊരു വിലയില്ലായിരുന്നു. എന്തുകൊണ്ടാണ്
എന്തുകൊണ്ടാണ് നമുക്ക് ആ വിലയില്ലാത്ത നമുക്കറിയാമോ? പഠിക്കാത്ത കുട്ടി എന്നുള്ള പേരിൽ പിന്തള്ളപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഒരു വില ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഞാൻ വലുതായപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇന്നത്തെ സൊസൈറ്റിയിൽ പണം ഇല്ലാത്തവന്, അധികാരം ഇല്ലാത്തവന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയില്ല. നമുക്ക് പണവും അധികാരം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു കഴിവില്ലാത്തപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കൂടെ നിൽക്കാനും ആരും കാണത്തില്ല. പല നഴ്സുമാരുടെയും സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുപോലൊരു സിറ്റുവേഷനിൽ നിന്നൊരു വ്യക്തിയാണ് ഞാൻ. ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ അവർ പറയാറുണ്ട്, ഇവളൊന്നും പഠിക്കത്തില്ല, ഇവളെ കൊണ്ടൊരു കാര്യമില്ല. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. പഠിക്കാത്തതിന്റെ പേര് ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ആദ്യം മനസ്സിൽ വിചാരിച്ചൊരു കാര്യം എന്താണെന്നറിയാം? ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുക ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയാണ്. കാരണം ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഞാൻ നേരിട്ടൊരു അപമാനം, അത് ആ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ, ജിനൂസ് അക്കാഡമി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അതിന് മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയുള്ള OET ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. ഇത് തുടങ്ങിയ സമയത്തും ഒരുപാട് പേര് എന്നെ പരിഹസിക്കാനുണ്ടായിരുന്നു. OET ഇംഗ്ലീഷിലുള്ള ടെസ്റ്റ് അല്ലേ, എന്തിനാ ഈ മലയാളത്തിൽ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ, എന്നെ പോലെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ തുടങ്ങിയിട്ടുള്ള ചാനലാണ്. അപ്പൊ അവര് പറഞ്ഞു, നീ വേറെ ചാനലൊക്കെ എടുത്തു നോക്ക്, എന്ത് നന്നായിട്ടാ ഇംഗ്ലീഷ് പറഞ്ഞ് അവരതിനകത്ത് പഠിപ്പിക്കുന്നത്, എന്ത് നന്നായിട്ട് അവർ ഇംഗ്ലീഷ് പറയുന്നത്, അങ്ങനെയല്ലേ OET പഠിപ്പിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ OET പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ ഏറ്റവും ഫേസ് ചെയ്തൊരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ട്. കാരണം ഇംഗ്ലീഷിന്റെ അറിവില്ലായ്മ. മലയാളം മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് അത്രയ്ക്ക് പോരായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ OET പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പം മറ്റുള്ളവരൊക്കെ തലയാട്ടും, അവർക്ക് മനസ്സിലാവുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് ഞാൻ വിചാരിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല? കാരണം ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതിന്റെ ഒരു ബുദ്ധിമുട്ട്, ലാംഗ്വേജിന്റെ കുറവ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നിൽ ടീച്ചിങ്ങിന്റെ ഒരു കഴിവുണ്ട് എന്ന് കണ്ടെത്തിയ ആ നിമിഷം ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് മനസ്സിലായില്ല എന്ന് ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ടുപോലും ഞാൻ പറയിപ്പിക്കത്തില്ല. അത് ബിഗിനർ ആയിക്കോട്ടെ, റിപ്പീറ്റർ ആയിക്കോട്ടെ. എൻ്റെ ക്ലാസ്സിൽ 1 hour ഇരുന്ന് ഇറങ്ങി പോകുന്ന സ്റ്റുഡൻറ്റ് പറയണം, എനിക്ക് മനസ്സിലായി എന്ന് പറയണം. അത് ഞാൻ പറയിപ്പിക്കും എന്ന് ഞാൻ എടുത്തിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിമർശനങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അവർക്കൊക്കെ അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു, ഞാൻ എടുത്ത തീരുമാനം ശരിയാണ് എന്ന്. ഇന്ന് എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്. എന്നെ കളിയാക്കിയവരും എന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നവരൊക്കെ ഇന്ന് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത് ഞാനൊരു സക്സസ് ആയതുകൊണ്ടാണ് അവരെന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമല്ലാത്തപ്പോൾ നമ്മളെ അപമാനിക്കാനും നമ്മളെ വിഷമിപ്പിക്കാനും നമ്മളെ കളിയാക്കാനും ഒരുപാട് പേരുണ്ടാകും. പക്ഷെ അവർക്കൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ടിലൂടെയാണ്. നിങ്ങളുടെ OET റിസൾട്ടിലൂടെയാണ് നിങ്ങൾ അവരോട് പകരം ചോദിക്കേണ്ടത്. നിങ്ങളെ കളിയാക്കിയവരോട്, നിങ്ങളെ കുത്തുവാക്ക് പറഞ്ഞ് നീ ഒന്നുമല്ല, നീ ഒരു പൊട്ടിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അപമാനിച്ചവരോട് നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ടത് നിങ്ങളുടെ OET റിസൾട്ടിലൂടെയാണ്. കാണിച്ചു കൊടുക്കണം നീ ആരാണെന്ന്. നീ കാണിച്ചു കൊടുക്കേണ്ടത് നിന്റെ ലൈഫിലൂടെയാണ്. ഇന്ന് എൻ്റെ ലൈഫിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ജിനു ആരാണെന്ന്, ആരായിരുന്നു എന്നുള്ളതും ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പണ്ട് ഞാൻ പൊട്ടിയാണെന്ന് പറഞ്ഞവരൊക്കെ ഇന്ന് ഞാൻ ശൈലജ ടീച്ചറിൽ നിന്ന് അവാർഡ് മേടിച്ച ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിൽ നിന്ന് അവാർഡ് മേടിച്ച ഫോട്ടോയും ഒക്കെ ഫോണിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുവാണ്, ഇതെൻ്റെ റിലേറ്റീവാണ്, ഇതെൻ്റെ കസിനാണ്, ഇതെൻ്റെ പെങ്ങളുടെ മോളാണ്, അല്ലെ മോളുടെ മോളാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് വളരെ അഭിമാനത്തോടു കൂടി ഇന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് എന്നെ കളിയാക്കിയവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്നത്, അല്ലെ, ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിലും നമ്മളെ വേദനിപ്പിച്ചവർ കാണും. അവരോടൊക്കെ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങളുടെ ജീവിതം കണ്ട് അവർ മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം കണ്ട് അവർ മനസ്സിലാക്കണം നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത്. അപ്പൊ അവർക്കൊരു വിഷമം തോന്നും, ദൈവമേ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ എന്ന്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത്. പഠിക്കാത്തതിൻ്റെ പേരിൽ കുത്തുവാക്ക് നിങ്ങൾക്കും ചെറുപ്പത്തിൽ, ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണമെന്നില്ല, അല്ലെ? പലർക്കും ദൈവം കൊടുത്തിരിക്കുന്നത് പല കഴിവുകളാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് 2 മക്കളുണ്ട്, നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്ത് അവള് നന്നായി പഠിക്കും, നീ എന്തുകൊണ്ട് നന്നായി, അവൾക്ക് ആ ഒരു IQ ലെവലേ ഉണ്ടാവുകയുള്ളൂ. ലോകത്തിൽ എല്ലാവരും 1ാം റാങ്ക് മേടിക്കുന്നവരുണ്ടോ? അല്ല, പലരും പല റാങ്കുകളാണ് മേടിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ആയിക്കോട്ടെ, നമ്മുടെ മക്കളെ ആയിക്കോട്ടെ, ആരെയും നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. പറയുന്നവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവില്ല, പക്ഷെ കേൾക്കുന്നവർക്ക് അതിന്റെ വിഷമം വളരെ നന്നായിട്ടുണ്ടാവും. ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോയപ്പോൾ ഞാൻ നഴ്സിംഗ് പഠനം തുടങ്ങി. എൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ഞാൻ സപ്ലികളുടെ ഒരു പെരുമഴയായിരുന്നു എനിക്ക്. എങ്ങനെ പോലും ഞാൻ 1-2 വിഷയത്തിൽ തോക്കുമായിരുന്നു.
അങ്ങനെ സപ്ലി എഴുതിയാണ് ഞാൻ പാസ്സായി വന്നത്. പക്ഷേ ഫൈനൽ ഇയർ കുഴപ്പമില്ലാതെ ക്ലിയർ, ബാക്കി എല്ലാ ഇയറും എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു. അപ്പം അന്ന് എൻ്റെ ഫ്രണ്ട്സായിട്ട് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. ക്ലാസ്സിൽ ഫസ്റ്റ്, ക്ലാസ്സിൽ റാങ്ക് മേടിച്ച കുട്ടികളുണ്ട്, കൂട്ടത്തിൽ തോറ്റ പിള്ളേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും തോറ്റു. ഒരുപാട് സപ്ലി എഴുതിയിട്ടാണ് ഈ നഴ്സിംഗ് എന്ന കടമ ഞാൻ കടന്നു വന്നത്. അപ്പം എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനോട് ഞാൻ ചോദിക്കുമായിരുന്നു, എൻ്റെ ദൈവമേ, നീ എന്നെ എന്തിനാ സൃഷ്ടിച്ചിരിക്കുന്നത്? എനിക്ക് ഒരു കഴിവുമില്ല. ഒരു സ്പോർട്സിലായിക്കോട്ടെ, ഒരു പാടാനായിക്കോട്ടെ, ഒരു ഡാൻസിങ്ങിലായിക്കോട്ടെ, പഠിക്കാനായിക്കോട്ടെ, ഒന്നിനൊരു കഴിവുമില്ല. എന്നെ എന്തിനാ ദൈവം നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ച് പല തവണ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അന്ന് ഞാൻ ദൈവത്തിനോട് ഓരോ പ്രാവശ്യം ആവർത്തി ചോദിച്ച ചോദ്യങ്ങൾക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ ഒറ്റയടിക്ക് എനിക്കൊരു മറുപടി തന്നു. അന്ന് എൻ്റെ കൂടെ റാങ്ക് മേടിച്ച് പാസ്സായവരെയും ക്ലാസ്സിൽ ഫസ്റ്റ് ആയവരൊക്കെ ഇന്ന് ഞാൻ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. എൻ്റെ ജീവിതത്തിലൂടെ ഞാനത് പ്രൂവ് ചെയ്തു. ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. എനിക്കത് തുറന്ന് പറയുന്നതിൽ എനിക്ക് ഒരു മടിയില്ല. ഞാൻ മാതാവിൻ്റെ നല്ലൊരു ഭക്തയാണ്, നല്ല ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ മാതാവിനോട് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഞാൻ എപ്പോഴും മാതാവിനോട് ചോദിക്കും, മാതാവ് എന്നെ എന്തിനിങ്ങനെ സൃഷ്ടിച്ചു? ഒരു കഴിവുകളില്ലാതെ എന്നെ എന്തിനെന്നിങ്ങനെ സൃഷ്ടിച്ചു? പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും പെട്ടെന്ന് ദൈവം വലിയൊരു മറുപടിയായി തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. എല്ലാവരെക്കാളും ടോപ്പായിട്ട് ദൈവം എന്നെ ഏറ്റവും മുകളിൽ കൊണ്ട് നിർത്തി. അവർക്കെല്ലാം മുകളിൽ ദൈവം എന്നെ കൊണ്ട് നിർത്തി. അനുഗ്രഹങ്ങൾ വാരിക്കോരി എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ദൈവം തന്നു. ഒരുപാട് അതിനു വേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, OET ഞാൻ 1 പ്രാവശ്യം എഴുതി കിട്ടിയില്ല, 2 പ്രാവശ്യം എഴുതി, 4 പ്രാവശ്യം എഴുതി കിട്ടിയില്ല, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഞാൻ ഇത് എഴുതിയാൽ ഒരു കാലത്തും എനിക്ക് OET കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. കാരണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല മക്കളെ, ഒന്നും തന്നെ ഇല്ല. നിന്നെ ഉയർത്തണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. അതിനു മുൻപ് നിന്റെ പരിശ്രമങ്ങൾ അവസാനിപ്പിച്ച് നീ പുസ്തകം അടച്ചു വയ്ക്കരുത്. അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. നിന്റെ സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് നീ അടിയുറച്ച് നീ വിശ്വസിക്കണം. അതിനുവേണ്ടി നീ പ്രയത്നിക്കണം. നിന്റെ പ്രയത്നങ്ങൾ നീ അവസാനിപ്പിക്കരുത്. അതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണ്. ഞാൻ അങ്ങനെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മുന്നോട്ട് പഠിക്കത്തില്ലായിരുന്നു. സപ്ലികളൊക്കെ എഴുതി ഞാൻ കയറി വന്നു. ദൈവം എന്നെ ഇന്ന് മാനേജിങ് ഡയറക്ടർ ജിനൂസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു പദവി എനിക്ക് തന്നു. ഇത്ര അവാർഡുകൾ എനിക്ക് തന്നു. മറ്റുള്ളവർ അറിയപ്പെടുന്ന രീതിയിൽ ദൈവം എന്നെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പരിശ്രമങ്ങൾ വിടാതെ പിന്തുടർന്നത് കൊണ്ടാണ്. ഞാൻ ഏറ്റ അപമാനങ്ങളെല്ലാം തന്നെ ഒരു കനലായി എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് അതിനൊരു തീയായി ആളെ കത്തിക്കാനായിട്ട് പറ്റിയത്. നിങ്ങളുടെ പോരായ്മകള്, നിങ്ങളുടെ കുറവുകള്, മറ്റുള്ളവരുടെ കളിയാക്കല്, അപമാനങ്ങള്, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലൊരു കനലായി എന്നും ഉണ്ടാവണം. അങ്ങനെ നല്ലൊരു കനലുള്ളവർക്ക് നല്ലൊരു ഫയറായിട്ട് പുറത്തു വരാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മോട്ടിവേഷനായിട്ട് നിങ്ങൾ എടുക്കണം. അതൊന്നും നിങ്ങളെ തളർത്തി കളയുന്നതാവരുത്. അതെല്ലാം ഏറ്റവും വലിയ പ്രചോദനമായിരിക്കണം നമ്മുടെ ലൈഫിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നീ കാണിച്ചു കൊടുക്കണം നീ ആരാണെന്ന്. നിന്നെ കളിയാക്കുവരുടെ മുമ്പിൽ നീ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ജയിച്ച് നീ കാണിച്ചു കൊടുക്കണം. തോക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ അതിന്റെ മുമ്പിൽ തോൽക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ജയിച്ച് കാണിച്ചു കൊടുക്കണം. അതിന് ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അതിന് നിങ്ങൾ തയ്യാറാണ്. എൻ്റെ ലൈഫ് എനിക്ക് തുറന്നു കാണിക്കാനുള്ളൂ. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു വിലയും മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്ന് ഈ കാണുന്ന പൊസിഷനിൽ എനിക്ക് എത്താനായിട്ട് പറ്റി. അതിൽ ദൈവത്തിന്റെ അനുഗ്രഹം വലിയൊരു ഭാഗം തന്നെയാണ്. അപ്പം നമ്മുടെ ലൈഫിൽ പല ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ, പിന്നോട്ട് വെക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾ ആദ്യം എടുക്കണം. അത് OETയുടെ കാര്യത്തിലാണെങ്കിലും ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നല്ലൊരു സക്സസ് ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ.